ഡയറക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്ന വെച്ചാൽ ചില സമയത്ത് ഡയറക്ടേഴ്സ് സ്റ്റോറി സ്ക്രിപ്റ്റ് ഡയറക്ടറായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്റ്റോറി കേൾക്കും. സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡയറക്ടറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മീൻസ് ഹിസ് കേപ്പബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തു നിന്നുള്ള ഒരു ഇത് പറയുന്നത് വെച്ചാൽ ചില ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ഗൈസ്. ചില ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസ് ആർ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഗൈസ്. എങ്ങനെയാണ് മാക്രോ മോഷൻ പിക്ചേഴ്സ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നത്? ബിക്കോസ് അവർ കമ്പനി ഈസ് റൺ ഫോർ പ്രോഫിറ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ് പരിപാടിയല്ല, എക്സ്പെൻസ് ബുക്ക് ചെയ്യുന്ന പരിപാടി ഒന്നുമല്ല, ഇറ്റ്സ് പ്യുവർലി പ്രോഫിറ്റാണ്. സിനിമയിലൊരു ഡയറക്ടറോ ടെക്നിക്കൽ ക്രൂവോ ആവാൻ വേണ്ടി പഠിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ പഠിക്കാതെ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് പേര് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കവർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എപ്പിസോഡ് കവർ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കണമെന്ന് കവർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് മാക്രോ ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നത്? കാരണം എല്ലാവർക്കും എനിക്കൊന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. നമ്മൾ ഡയറക്ടേഴ്സ് കോൾ ഔട്ട് ചെയ്യുമ്പം ഡെബ്യൂ ഡയറക്ടേഴ്സിനെ ഇവിടെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് പേര് ആപ്ലിക്കേഷൻ ഇടുമ്പം അവർക്ക് റിജക്ഷൻ കിട്ടാറുണ്ട്. അപ്പം ഐ ബിലീവ് നിങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ട്, എങ്ങനെയാണ് വാട്ട് ആർ ദ സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചോദ്യം നിങ്ങൾ ചോദിച്ചത്. നമ്മളൊരു ഡയറക്ടറിനെ ചൂസ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് കംസ് ഫ്രം ഓൾ ഫീൽഡ്, അത് ഞാൻ നേരത്തെ കവർ ചെയ്തിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ ഡയറക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്ന വെച്ചാൽ ചില സമയത്ത് ഡയറക്ടേഴ്സ് സ്റ്റോറി സ്ക്രിപ്റ്റ് ഡയറക്ടറായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്റ്റോറി കേൾക്കും. സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡയറക്ടറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മീൻസ് ഹിസ് കേപ്പബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. ഈ കേപ്പബിലിറ്റി ചെക്ക് ചെയ്തിട്ട് അതിനൊരു സ്കോറിംഗ് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ കേപ്പബിലിറ്റി ചെക്ക് ചെയ്തിട്ട് മോസ്റ്റ് പ്രോബബ്ലി ദേ കം വിത്ത് കോപ്രൊഡ്യൂസേഴ്സുമായിട്ട് ഓൾറെഡി വരുന്നതാണ്. അപ്പോൾ നമ്മളത് ആ പ്രൊജക്റ്റിനെ നമ്മൾ എൻഹാൻസ് ചെയ്യും. ഫ്രം എ സ്റ്റോറി സ്ക്രിപ്റ്റ് പെർസ്പെക്റ്റീവിൽ എൻഹാൻസ് ചെയ്ത് ടെക്നിക്കൽ സപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ചില സമയത്ത് നമുക്കൊരു സ്ക്രിപ്റ്റ് വരും, മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു സ്ക്രിപ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഡയറക്ടേഴ്സിനെ കോൾ ഔട്ട് ചെയ്യും. ചില സമയത്ത് എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ഡയറക്ടേഴ്സ്, വലിയ തിരക്കൊന്നുമില്ലാത്ത ഡയറക്ടേഴ്സിനെ വിളിച്ച്, അതായത് ഈച്ച് പ്രൊജക്റ്റ് റിക്വയർസ് എ സർട്ടൻ ഡയറക്ടേഴ്സ്. ഇപ്പോൾ വലിയൊരു അടിപ്പടം വരുവാണെങ്കിൽ ഇന്നാര് പ്രൂവണാണ്, അപ്പോൾ നമുക്ക് ഇന്നാർക്ക് കൊടുക്കാം. ഇപ്പം വലിയൊരു ആർട്ടിസ്റ്റ്, Tier 1 ആർട്ടിസ്റ്റ് ആണെങ്കിൽ obviously we select somebody who is experienced because a project value will be huge. So അങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊജക്റ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ്ഡ് നോൺ ഡയറക്ടേഴ്സിനെ തന്നെ ഏൽപ്പിക്കും. ബിക്കോസ് Tier 1 ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് റിസ്ക് എടുക്കാൻ അവിടെ നിൽക്കത്തില്ല. ലെറ്റ്സ് സേ ഫോർ ഫെയർ എനഫ് തിങ്, നമ്മളിപ്പോൾ ഒരു കോൾ ഔട്ട് ചെയ്തു. അതായത് നമുക്കൊരു സ്റ്റോറി വന്നു, ഒരു 4-5 കോടി അല്ലെങ്കിൽ ഒരു 6 കോടിക്ക് തീർക്കാൻ പറ്റുന്ന ഒരു Tier 2 നടനെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് കോൾ ഔട്ട് നമ്മൾ ചെയ്യുമ്പം നമുക്ക് എന്തായാലും സബ്മിഷൻസ് കിട്ടും. ഈ സബ്മിഷൻസ് കിട്ടുമ്പം നമുക്കൊരു സ്കോറിംഗ് മെട്രിക്സ് ഉണ്ട്. സ്കോറിംഗ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 10, ഔട്ട് ഓഫ് 5 ഉള്ള പല സ്കോറിംഗ് മെട്രിക്സ് ഉണ്ട്. ഔട്ട് ഓഫ് 100 ആണ് ടോട്ടൽ. അതിനകത്ത് 60% ടെക്നിക്കൽ സൈഡും 40% നോൺ ടെക്നിക്കൽ സൈഡുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇതിനു മുമ്പ് നിങ്ങൾ പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ, ആ പടം ഓടിയിട്ടുണ്ടോ, നിങ്ങൾ ഡെബ്യൂ ഡയറക്ടർ ആണെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ, വെബ് സീരീസ് ചെയ്തിട്ടുണ്ടോ, മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ക്രിപ്റ്റിന് അലൈൻ ചെയ്തിട്ടുള്ള വർക്കാണോ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തത്, ഏതെങ്കിലും പടത്തിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അസിസ്റ്റൻ്റ് ചെയ്തിട്ടുണ്ടോ, എത്ര പടത്തിൽ ചെയ്തിട്ടുണ്ട്, ഇതാണ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ നോക്കുന്നത്. അത് സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് നോൺ ടെക്നിക്കൽ ഡീറ്റെയിൽസ്. നോൺ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതൊരു മെറിറ്റ് അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ നോൺ ടെക്നിക്കലിൽ ഞങ്ങൾ സാധാരണ കവർ ചെയ്യുന്നത്, ഇതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അതായത് നോട്ട് ആസ് എ ഡയറക്ടർ, ആസ് എൻ അസിസ്റ്റൻറ്റ് ഓർ അസിസ്റ്റൻറ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. സോ ഐ തിങ്ക് ഇറ്റ് ഗോസ് ഔട്ട് ഓഫ് 10 സ്കോറിംഗ് ആണ് അതിനകത്തുള്ളത്. വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
ഇതിനു മുമ്പ് നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങൾ ചെയ്ത ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ്, വെബ് സീരീസ്, ഇങ്ങനെ എന്തെങ്കിലും കണ്ടൻസ് ഞങ്ങളുടെ ചാനലിലേക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കും. ആ ചാനലിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂവർഷിപ്പ്, ഞങ്ങൾക്ക് ബാക്ക് എൻഡ് ഉണ്ടല്ലോ, ബാക്ക് എൻഡ് വ്യൂവർഷിപ്പ് നമ്മൾ നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നോൺ ടെക്നിക്കൽ സ്കോറിംഗ് പോയിന്റ്സ് കൂടാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലായിട്ട് കൊമേഴ്ഷ്യൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറയുക, നിങ്ങൾ കൊമേഴ്ഷ്യൽ പടത്തിലാണോ വർക്ക് ചെയ്തത്, നോൺ കൊമേഴ്ഷ്യൽ പടത്തിലാണോ വർക്ക് ചെയ്തത്, ആറ് അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആണ്, ഈ 6 അസിസ്റ്റൻ്റ് ആയിരുന്നു നിങ്ങൾ വർക്ക് ചെയ്തതെന്ന് ക്ലെയിം ചെയ്യുവാണെങ്കിൽ ആ ഡയറക്ടറിൻ്റെ നമ്പർ ഓഫ് ഹിറ്റ് മൂവീസ്, ഇതൊക്കെ ഒരു സ്കോറിങ്ങിൻ്റെ പാർട്ടായിട്ട് വരും. സോ ഔട്ട് ഓഫ് 100ലാണ് സ്കോറിങ് വരുന്നത്. സോ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, ടെക്നിക്കൽ ഡീറ്റെയിൽസ് 60% കവർ ചെയ്യുമ്പോൾ വി ആർ ഇവാലുവേറ്റിംഗ് ഓൺ യുവർ പാസ്റ്റ് പെർഫോമൻസ് പ്ലസ് വി ആർ ടേക്കിംഗ് എ റിസ്ക് എലമെൻറ്റ് ഓൺ ഇറ്റ്. കാരണം മ്യൂച്വൽ ഫണ്ടുകാർ പറയുന്ന പോലെ പാസ്റ്റ് പെർഫോമൻസ് ഇസ് നോട്ട് എ ഇൻഡിക്കേഷൻ ഓഫ് ഫ്യൂച്ചർ പെർഫോമൻസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതെല്ലാം നോക്കി സ്കോറിംഗ് മെട്രിക്സ് ഒക്കെ നോക്കി നമ്മൾ ഡയറക്ടറിനെ 0 ഡൗൺ ചെയ്ത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. ചില സമയത്ത് പാളിപ്പോവും ഡയറക്ടറെ, കാരണം ദർ ഈസ് നത്തിങ് ടു മെഷർ യുവർ ക്രിയേറ്റിവിറ്റി. നിങ്ങളുടെ വർക്ക്, അതായത് ഷോർട്ട് ഫിലിം ചെയ്തു, അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോ ചെയ്തു, വെബ് സീരീസ് ചെയ്തു, ഈ വർക്ക് കണ്ടിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊരു ചാനലിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അസിസ്റ്റൻ്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ അങ്ങ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് നിങ്ങളുടെ എക്സ്പെർട്ടീസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങളൊരു 4-5 പടത്തിൽ വർക്ക് ചെയ്തു, അപ്പം ആ പടങ്ങളൊക്കെ ഓടിയ പടമാണെന്ന് വിചാരിക്കും, നല്ല ഡയറക്ടേഴ്സ് ആണെന്ന് വിചാരിക്കും. സോ നിങ്ങൾ പണി പഠിച്ചു എന്ന് നമ്മുടെ ഒരു വിശ്വാസം. പിന്നെ സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തു നിന്നുള്ളൊരു ഇത് പറയുന്നത് വെച്ചാൽ, ചില ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ഗൈസ്. ചില ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസ് ആർ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഗൈസ്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ചില ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ പല ആൾക്കാരും നിങ്ങളെ എടുക്കില്ല. ബിക്കോസ് 2-3 കാര്യമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എവിടെ ഒരു എപ്പിസോഡിൽ ഞാനത് ചെറുതായിട്ടൊന്ന് ടച്ച് ബേസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ, ഡയറക്ടർ എല്ലാ പണിയും ചെയ്യും, അസിസ്റ്റൻറ്റും അസോസിയേറ്റിനും പണി ചെയ്യാനില്ല, മീനിയൽ ജോബ്സാണ് കൊടുക്കുന്നത്. അതായത് മറ്റേ കാരവനിൽ പോയി ആർട്ടിസ്റ്റിനെ വിളിച്ചുകൊണ്ട് വരിക, മറ്റേ കണ്ടിന്യൂറ്റി നോക്കുക, ഏറ്റവും ലോ ലെവൽ. പക്ഷെ ചില ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താൽ അമേസിംഗ് ആയിട്ട് പണി പഠിക്കും. ബിക്കോസ് അവർ വർക്ക് അസൈൻ ചെയ്ത് തരും, ഷോർട്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ വർക്ക് അസൈൻമെൻറ്റ് അവർ തന്നിട്ട് നിങ്ങൾക്ക് പണി അറിയാം. നിങ്ങളൊരു ഒരു ഒരു നല്ലൊരു സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും ചില ഡയറക്ടേഴ്സിന്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ വെച്ചാൽ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗൈസ്. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ചില ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്ത ഇൻ്റർപേഴ്സണൽ സ്കിൽസ് വളരെ മോശമാണ്. അതായത് പ്രൊഡ്യൂസറിനെ പുച്ഛമാണ്, പ്രൊഡ്യൂസറുമായിട്ട് പ്രശ്നം, പ്രൊഡ്യൂസർ കാശുള്ള ഒരുത്തനാണ്, അല്ലാതെ വേറൊരു ക്രിയേറ്റീവ് സൈഡ് പ്രൊഡ്യൂസറിന് അറിയില്ല എന്ന് മുൻധാരണ വിധിയോടാണ് ഈ ഡയറക്ടേഴ്സ് വരുന്നത് തന്നെ. അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ 1-2 ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തവർക്കെല്ലാം ആ ഒരു 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 പ്രശ്നമുണ്ട്. പല ഇൻഡസ്ട്രിയിൽ പല ഇതുമുണ്ട്. അപ്പം അവർ ആ ഒരു ട്രാക്ക് റെക്കോർഡ്, ആ ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ പടങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് പൊങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവർ മനസ്സിലാക്കുന്നുണ്ടെന്ന് എന്താണ് പ്രശ്നം എന്നുള്ളത്. ബിക്കോസ് എല്ലാ മൂവിയിലും അവർ വർക്ക് ചെയ്ത എല്ലാ മൂവിയിലും പ്രൊഡ്യൂസറുമായിട്ട് പ്രശ്നമായിരുന്നു. 1-2 തവണ കഴിയുമ്പോൾ 3-ാമത്തെ തവണ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയ്ക്ക് ടോക്ക് ഉണ്ടാകുമല്ലോ. ഈ സംസാരം ഉണ്ടായി കഴിയുമ്പം പ്രൊഡ്യൂസേഴ്സ് പറയും ഭയങ്കര മുടയാണെന്ന് പറയും. അപ്പം മുടയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പടത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് പറയും. പക്ഷേ 2-3 പടം പല പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു കഴിയുമ്പം അത് ഈ ഡയറക്ടറിൻ്റെ പേരിൽ ചാർത്തപ്പെടും. പിന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് നിങ്ങളെ വിളിക്കാതെ വരും, പുതിയ പ്രൊഡ്യൂസേഴ്സിനെ തന്നെ നിങ്ങൾ തേടി പോകണം. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആണ്. കാരണം പുതിയ പ്രൊഡ്യൂസേഴ്സിനെ തേടി പോകുമ്പം ആർട്ടിസ്റ്റ് ചിലപ്പം ഡേറ്റ് തരണമെന്നില്ല. സോ ദ ക്വസ്റ്റ്യൻ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആൻസർ ചെയ്തത്, ഡെഫിനറ്റ്ലി ദർ ഇസ് എ സ്കോറിംഗ് മെട്രിക്സ്. ഞാൻ പറഞ്ഞ പോലെയാണ് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കലിലാണ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. നമ്മളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുമ്പം ഇപ്പോൾ നിങ്ങൾ ഒരു 45-50 പേര് ഒരു ഡെബ്യൂ ഡയറക്ടറായിട്ട് കോൾ ഔട്ട് ചെയ്ത് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. അതിനകത്ത് 2 or 3 or 4 റൗണ്ട് പോയിട്ടാണ് ഫൈനലി ഒരു 2-3 പേരിലേക്ക് നമ്മൾ 0 ഡൗൺ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടെ പറയണമല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് റെക്കമെൻഡേഷൻസ് ആവശ്യത്തിന് വരും. ഇടയ്ക്കിടയ്ക്ക്
റെക്കമെൻഡേഷൻ കോൾ വരും. അതായത് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, ഗവൺമെൻറ്റിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും പല ആൾക്കാരുടെ റെക്കമെൻഡേഷൻ വരും. നമ്മുടെ പയ്യനാ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന്. ഈ കൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ ഡയറക്ടർ. നിങ്ങൾ റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല ഈ ഡയറക്ഷൻ ടീം. അപ്പം നിങ്ങൾ ഒരാളെ കൊണ്ട് തന്നെ വിളിപ്പിച്ചാലും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ ആരെങ്കിലും വിളിപ്പിച്ചാലും നമ്മൾ നിങ്ങളുടെ ഇത് കൺസിഡർ ചെയ്യും. ബട്ട് ദാറ്റ് ഡസൻ എക്സ്പെക്ട് അസ് ടു ടേക്ക് ദ ഫൈനൽ ഡിസിഷൻ. നിങ്ങളെ തന്നെ ഡയറക്ടർ ആക്കണം എന്ന ഒരു നിർബന്ധമില്ല. ബിക്കോസ് വി ഫോളോ മെറിറ്റോക്രസിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. മെറിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം, നിങ്ങളുടെ ബാക്കിയുള്ള സാഹചര്യങ്ങൾ, റെക്കമെൻഡേഷൻസ്, ഇതൊന്നും നമ്മൾ കെയർ ചെയ്യത്തില്ല. റെക്കമെൻഡ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടെ എടുത്ത് ആ ഫയൽ എടുത്തോടെ ഒന്നുകൂടെ നോക്കും, നിങ്ങളുടെ പ്രൊഫൈലെല്ലാം ഒന്നുകൂടെ നോക്കും, അത്രേ ഉള്ളൂ. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് കംസ് ഓൺ മെറിറ്റ്. ആൻഡ് ദെൻ വൺ മോർ തിങ് ഐ എം ടെല്ലിങ് യു, പോയിന്റ് ബ്ലണ്ടാണ് നമ്മൾ. വളരെ നീറ്റായിട്ട് നമ്മൾ കാര്യം പറയും. അതായത് വെൻ യു ആർ റിജക്റ്റഡ്, നിങ്ങൾ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ, ഇപ്പോൾ ഡെബ്യൂ കോൾ ഔട്ട് തന്നെ ചെയ്തേക്കുക, ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ കൺഫർമേഷൻ ബാക്ക്. അത് മസ്റ്റായിട്ടും നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. പണ്ട് മുതലേ അങ്ങനെയാണ്. നിങ്ങളൊരു ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ തരും, വിത്ത് ഡേറ്റും തരും. അതായത് എത്രാം തീയതിയാണ് ഞങ്ങൾ നിങ്ങളുടെ തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കട്ട് ഓഫ് ഡേറ്റ് പറയും. ആ ഡേറ്റിന് ശേഷം നിങ്ങൾ റിജക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മെയിൽ വരും. കൺഫർമേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷനും വരാം, പ്ലസ് കോളും വരാം. കൺഫർമേഷൻ ഇതെങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ വി ഫോളോ. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നിങ്ങളുടെ അടുത്ത് നോ പറഞ്ഞാലും യെസ് പറഞ്ഞാലും വി മേക്ക് ഷുവർ ദാറ്റ് വി റെസ്പെക്ട് യു ആൻഡ് ഐ എക്സ്പെക്ട്. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ നമ്മുടെ ഡിസിഷൻസിനെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ ഇതുവരെ നമ്മളൊരു ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങൾ സബ്മിറ്റ് ചെയ്തു ഔട്ടായി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ചില വ്യക്തികൾ മാത്രമേ നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ളൂ എന്തുകൊണ്ട് ഞാൻ ഔട്ടായിരുന്നു. മിക്കവാറുള്ളവരെല്ലാം ഔട്ടായെന്ന് കേൾക്കുമ്പോൾ തന്നെ പോകും. പിന്നെ എല്ലാവരും എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത്, മജോറിറ്റി ഓഫ് ദ ഗൈസ് AK-47 കൊണ്ട് ഇറങ്ങിയേക്കുന്ന ആൾക്കാരാണ്. അതായത് എന്ത് കോൾ ഔട്ട് വന്നാലും റാപ്പിഡ് ഫയറാണ്. കൊണ്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ യു ഷുഡ് ഗോ വിത്ത് എ സ്നൈപ്പർ ഫയർ. എസ്പെഷ്യലി ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം ഞാൻ പറയുവാണ്, സ്നൈപ്പർ ഫയറുമായിട്ട് നിങ്ങൾ ഇറങ്ങണം. കാരണം വെച്ചാൽ കുറുക്കി കൊള്ളുന്ന പോലെ ഷോട്ട് അടിക്കണം. അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് ഫിലിംസ് കംപ്ലീറ്റും ത്രില്ലർ ഡാർക്ക് മോഡലാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ എടുത്തേക്കുന്ന മൊത്തം, നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്ന പ്രൊഫൈല് കോമഡി പടത്തിന് വേണ്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒബ്വിയസ്ലി വാട്ട് വിൽ ഹാപ്പൻ, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ റിജക്ഷൻ വീഴും. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും രണ്ടാണ്. ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കും ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അവകാശപ്പെടുന്നു. പക്ഷെ അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഗോ സ്പെസിഫിക്. ഇപ്പോൾ ഒരു കോമഡിയുടെ കോൾ ഔട്ടാണ് വന്നേക്കുന്നതെങ്കിൽ ഇഫ് യു ഹാവ് ഡൺ ഇറ്റ് സെൻഡ് ഇറ്റ് അക്രോസ്. ത്രില്ലറിനെയാണ് വന്നേക്കുന്നതെങ്കിൽ സെൻഡ് ഇറ്റ് അക്രോസ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഐ ബിലീവ് ഐ ഹാവ് ആൻസർഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് ദ പേഴ്സൺ ഹു ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മാക്രോ ചൂസ് എ ഡയറക്ടർ. ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹൗ ഡു വി സെലക്ട് പ്രൊജക്ട്സ്? എങ്ങനെയാണ് മാക്രോ മോഷൻ പിക്ചേഴ്സ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നത്? അത് വളരെ സിമ്പിളാണ്. വി അനലൈസ് ട്രെൻഡ്സ്. ഈ ട്രെൻഡ്സ് അനലൈസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ ട്രെൻഡ്സ് അനലൈസ് ചെയ്യുമ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ സൈക്ലിക്കൽ ഗെയിം. ഒരു സൈക്കിളാണ് സിനിമയുടെ ജോണേഴ്സ്, ഒരു സൈക്കിളാണ്. റിയലിസ്റ്റിക്കിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. ഇപ്പം റിയലിസ്റ്റിക് എടുത്താൽ ചിലപ്പോൾ ഓടില്ല. ഓൾ വെതർ സബ്ജക്ട്സ് ഉണ്ട്. അതായത് കോമഡി, റൊമാൻസ്, മാസ്, ഫൈറ്റ്, ഓൾ വെതർ സബ്ജക്റ്റ് ഏത് വർഷം എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് സൈക്ലിക്കൽ ഗെയിമില്ല. ത്രില്ലറിന് സൈക്ലിക്കലുണ്ട്. ത്രില്ലർ, ഐ എം സെയിങ് ബയോപിക്, റിസ്ക് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഐ എം സെയിങ് ബയോപിക്, ത്രില്ലർ. അതുപോലെ തന്നെ ത്രില്ലറിനകത്ത് തന്നെ ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ ആന്തോളജി, യു നെയിം ഇറ്റ്, all of them has got a cyclical game. So what we try to do is that, because we have investors, co-producers and all, we don't take risk എടുക്കും. നമ്മൾ മാക്സിമം റിസ്ക് കുറച്ച് നമുക്ക് സേഫായിട്ട് എങ്ങനെയാണ് നമ്മുടെ co-producersൻ്റെ പൈസ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ബിക്കോസ് അവർ കമ്പനി ഈസ് റൺ ഫോർ പ്രോഫിറ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ് പരിപാടിയല്ല. എക്സ്പെൻസ് ബുക്ക് ചെയ്യുന്ന പരിപാടി ഒന്നുമല്ല. ഇറ്റ്സ് പ്യുവർലി പ്രോഫിറ്റാണ്. സോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾ വെതർ സബ്ജക്ട്സ് വന്നാൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യും. അതായത് റൊമാൻസ്, കോമഡി,
മാസ് ഫൈറ്റ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അത് സ്പെസിഫിക് ആണ്. ഒരു കമ്പനി അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് പറയും എനിക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചെയ്യണം, ഈ ജോണർ ചെയ്തിട്ടില്ല. ദാറ്റ് കുഡ് ബി, എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല, ദാറ്റ് കുഡ് ബി മെനി റീസൺസ് ടു ബിഹൈൻഡ് ഇറ്റ്. കമ്പനിയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ആർട്ടിസ്റ്റിന് സ്ട്രാറ്റജി വേണം, ഡയറക്ടറിന് വേണം, പ്രൊഡ്യൂസറിനും വേണം, സ്ട്രാറ്റജി വേണം. ഇഫ് യു ആർ ഇൻ ഫോർ എ ലോങ് റൺ, യു നീഡ് ടു സ്ട്രാറ്റജൈസ് യുവർ പ്രൊജക്ട്സ്, യുവർ ജോണേഴ്സ്. സ്ട്രാറ്റജൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിച്ച് ഡെമോഗ്രാഫി ടു ടാർഗറ്റ്. നിങ്ങൾ 18 വയസ്സുള്ള ഒരാളിനെ ആണോ ടാർഗറ്റ് ചെയ്യുന്നത്, 18 to 25 ആണോ, 25 to 35 ആണോ, 45 ആണോ, 50+ ആണോ, ഈ ഡെമോഗ്രാഫി ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്, സ്ട്രാറ്റജൈസ് വെച്ചിട്ടാണ് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോൾ ഔട്ട്, ഇപ്പം നിങ്ങൾ കഥ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നിങ്ങൾക്ക് വിളിക്കാം. പക്ഷെ അത് സ്പെസിഫിക് ടു ആ കാറ്റഗറി ആണെങ്കിൽ നമ്മൾ കഥ കേൾക്കും. കഥ നമ്മൾ കേൾക്കാറില്ല, നമ്മൾ സ്റ്റോറി പറയാം, അയച്ചു തരാൻ പറയും. സ്റ്റോറി സിനോപ്സിസ്, അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ്, അങ്ങനെ. കാരണം ആരെയും മെനക്കെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, ബിക്കോസ് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് വായിക്കുകയും ചെയ്യാം. പ്ലസ് let's say that you have that and you have a co-producer, because see the projects are lined up one by one ആയിട്ട് നമ്മൾ പ്രൊജക്റ്റ് ലൈൻ അപ്പ് ചെയ്തിരിക്കുക. സോ വി ആർ ഓഫ് എ ബിലീവ് ദാറ്റ് one at a time നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. സോ ഇഫ് യു ഹാവ് എ co-producer, well and good, we can start the project. But let's say if you don't have a co-producer, we like the subject, ഞങ്ങൾക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ we will schedule it. ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 വർഷം എടുക്കും, അല്ലെങ്കിൽ 2-3 വർഷം എടുക്കും. അതൊന്നിൽ ആർട്ടിസ്റ്റ് ഡേറ്റ് അവൈലബിലിറ്റിയുടെ ഇഷ്യൂ ആയിരിക്കും, ഇല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്യാഷ് ഫ്ലോയുടെ ഇഷ്യൂ ആയിരിക്കും. പക്ഷെ നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളടുത്ത് പറയും, ഇന്ന വർഷമേ ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിൽക്കും, ഇല്ലെങ്കിൽ അവർ കോ പ്രൊഡ്യൂസറിനെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ അവർ വേറെ പ്രൊഡ്യൂസറിനെ തേടിപ്പോകും. പക്ഷെ ഞങ്ങൾ വളരെ പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് നമ്മൾ പറയുന്ന ഒരാൾക്കാരാണ്. നമ്മൾ ഒരാളിനെ നടത്തിക്കരുതെന്ന് നമ്മുടെ സ്റ്റാഫിനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് പറയും. എക്സിസ്റ്റിംഗ് ഒരുപാട് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ആർട്ടിസ്റ്റ് വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും ഞങ്ങൾ പറയും, ഈ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഞങ്ങൾക്ക് പ്രൊജക്റ്റ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഡയറക്ടേഴ്സായിട്ട് വരുന്ന ഭൂരിപക്ഷം പേര് നിങ്ങൾക്കറിയാം മുട്ടി നിൽക്കുവാണ്. മറ്റന്നാൾ രാവിലെ പ്രൊജക്റ്റ് അവർക്ക് തുടങ്ങണം, അവർക്ക് ആ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുന്നില്ല. ആർട്ടിസ്റ്റ് പറയാൻ എനിക്കിപ്പോൾ ഡേറ്റ് ഇല്ല, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. സോ ഇൻ ദോസ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വി വിൽ ഡ്രോപ്പ് ദ പ്രൊജക്റ്റ്. ഞങ്ങൾ പറയില്ല, ഞങ്ങൾ ഈ പ്രൊജക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. No matter how much good the script is, if the artist is not correct person for that, അതായത് മിസ്മാച്ച് ആണെങ്കിൽ ആ ക്യാരക്ടറിന് മിസ്മാച്ച് ആണെങ്കിൽ ഞങ്ങൾ ആ പടം ചെയ്യില്ല. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് റിസ്ക്, ബിക്കോസ് ടേക്കിംഗ് മൂവി ഇറ്റ് സെൽഫ് ഇസ് എ റിസ്ക്. വൈ യു വാണ്ട് ടു ക്യാരി ഫോർവേഡ് മോർ റിസ്ക്? സോ ഐ ബിലീവ് ഞാൻ അതിൻ്റെ ഉത്തരം നിങ്ങളടുത്ത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഹൗ ഡു വി ചൂസ് പ്രൊജക്ട്സ്? അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് നമ്മളോട് ടെക്നിക്കൽ സൈഡിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്ത് ചെയ്യണം? ടെക്നിക്കൽ സൈഡ്, ഏത് ടെക്നിക്കൽ സൈഡ് ആയാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചാൽ മതി. നിങ്ങൾക്കത് മറ്റേ ഈ വീഡിയോക്കകത്ത് കിട്ടും. ഡിസ്ക്രിപ്ഷനകത്തും മറ്റേ ഓൺലൈൻ പ്രൊഫൈലിനകത്തും മാക്രോ മോഷൻ പിക്ചേഴ്സിന് ഒരു വാട്സപ്പ് നമ്പറുണ്ട്. സോ ഹൗ ഡു വി ഡു ഇറ്റ് ഇസ് ദാറ്റ് പ്രൊഫൈൽ നിങ്ങൾ അയക്കണം. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ആക്ടിങ്ങിനാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയോ ഹൈറ്റ് വെയിറ്റ് നിങ്ങൾക്കറിയാമല്ലോ, ദി യൂഷ്വൽ തിങ്. പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമല്ലോ, വിത്ത് കോൺടാക്ട് നമ്പർ ഇമെയിൽ എല്ലാം അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഓഡിഷൻ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്തേക്ക് ഇട്ടിട്ട് ഓരോ പ്രൊജക്റ്റ് വരുമ്പോഴും ഞങ്ങൾ ആ ആൾക്കാരെ വിളിക്കും. അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിലേക്ക് അവരെ പ്ലേസ് ചെയ്യും. ദ സെയിം തിങ് വി ഡു വിത്ത് മ്യൂസിക് ഡയറക്ടേഴ്സ്, ലിറിസിസ്റ്റ്, സിംഗേഴ്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, DOPയുടെ അസിസ്റ്റൻറ്റ്, ഏതായാലും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു DOP വന്നു, ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് ഐ ക്യാൻ റിക്വസ്റ്റ് ദ DOP ടു ഹാവ് ആൻ അസിസ്റ്റൻറ്റ് DOP വിത്ത് ഹിം. അത് DOPയുടെ ക്രിയേറ്റീവ് സൈഡിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. സോ ദേ ടേക്ക് ദ ഡിസിഷൻ വെദർ ദേ വാണ്ട് യെസ് ഓർ നോ. യെസ് പറഞ്ഞാൽ ഞങ്ങളുടെ ഓഡിഷനകത്ത് വന്നിട്ടുള്ള, ഗ്രൂപ്പിൽ വന്നിട്ടുള്ള DOP അസിസ്റ്റൻ്റ് റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ എൻ്റർ ചെയ്ത് വിടും. സെക്കൻഡ് തിങ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം ഞങ്ങൾക്ക് കുറേ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അതായത് ഡയറക്ടർ ആവാൻ നടക്കുന്ന കുറേ പേര്, എനിക്കൊന്ന് 3 പേരോളം ഉണ്ട് ഡയറക്ടർ ആവണം എന്ന് താല്പര്യമുള്ളവർ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കഴിഞ്ഞ പടം 1 Princess Street ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വി കോൾ ദം ഔട്ട് ആൻഡ് സെഡ്, ലിസൺ, ഒരു പടം വരുന്നുണ്ട്, യു ക്യാൻ കം ആൻഡ് വർക്ക് ആൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. കാരണം ഈ 3 പേരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവരിതുവരെ ഒരു പടത്തിന് അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ചെയ്തിട്ടേ ഇല്ല.
ആൻഡ് ദേ വോണ്ട് ടു ബിക്കം എ ഡയറക്ടർ ത്രൂ അവർ ബാനർ. സോ അവർ വിളിച്ചു, പക്ഷെ അവർ 3 പേരും തിരക്കായിരുന്നു. സോ ദെൻ ദ ഓപ്പർച്യൂണിറ്റി വെൻ ടു അതർ ഗൈസ്. ഡയറക്ടറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, യു ബ്രിങ് യുവർ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ ഡയറക്ടറിൻ്റെ വഴിക്കൊന്ന് വന്ന പുറത്തുനിന്ന് വന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു കഴിഞ്ഞ പുറത്തിനുണ്ടായിരുന്നത്. ബട്ട് വി ഗീവ് ഓപ്പർച്യൂണിറ്റി. പല സാഹചര്യങ്ങൾ കാണും. ചില ആൾക്കാർക്ക് ജോലി വിട്ടിട്ട് വരാൻ പറ്റിയെന്ന് വരത്തില്ല. ബിക്കോസ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾ കേൾക്കുന്നവർ മനസ്സിലാക്കാൻ പറയുന്നതാണ്, വലിയ ശമ്പളമൊന്നുമില്ല. ഒരു 30 days 45 days വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാണ്, ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ്ലി നടക്കും. പ്ലസ് നിങ്ങൾക്ക് ഒരു ബേസിക് സാലറി കിട്ടും. അത്രയേ ഉള്ളൂ അസിസ്റ്റൻ്റ്. ബട്ട് യു ക്യാൻ ലേൺ ദ ട്രേഡ്. പ്ലസ് എവിടെയെങ്കിലും പോയി നിങ്ങൾ പിച്ച് ചെയ്യുമ്പം ഇന്ന പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ ഇന്ന പടത്തിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു എന്നൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ അക്സെപ്റ്റബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. സോ ദിസ് ഇസ് ഹൗ യു വർക്ക്ഔട്ട്. സോ എനിത്തിങ് യു ഹാവ്, നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 months ബാക്ക് എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഹീസ് വളരെ ജൂനിയർ വ്യക്തിയല്ല, എനിക്ക് തോന്നുന്നത് ഹീസ് അറൌണ്ട് 35-40 സംതിങ് ഉള്ളത്. അപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ദ സാലറീസ് ആർ നോട്ട് വെരി ബിഗ്. ബിക്കോസ് ഹി വാണ്ട്സ് ടു ബിക്കം ഐ തിങ്ക് ഹി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഹിസ് ഫീൽഡ്. ഹി വാണ്ട്സ് ടു എൻ്റർ ഇൻ ടു ദ മൂവി ഇൻഡസ്ട്രി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ എ മൂവീസ് ഡയറക്ടർ. അപ്പോൾ ഞാൻ അടുത്ത പടത്തിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത പടത്തിൽ നമ്മൾ വിളിക്കും. അപ്പം പുള്ളിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഹി മേ നോട്ട് ബി ഏബിൾ ടു കം. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, മെയിൽ ആൻഡ് ഫീമെയിൽ, വാട്ട് എവർ യു ആർ, ഇഫ് യു വാണ്ട് ടു അസോസിയേറ്റ് വിത്ത് അസ്, സെൻഡ് അസ് യുവർ പ്രൊഫൈൽ. വി വിൽ ഡെഫിനറ്റ്ലി കോൾ യു ആൻഡ് വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. അടുത്ത വന്നേക്കുന്നത് സിനിമയിൽ കയറണം, സിനിമയിൽ വർക്ക് ചെയ്യണമെങ്കിൽ പഠിക്കണോ എന്നുള്ളതാണ്. പക്ഷെ അതൊരു വല്ലാത്തൊരു മലപ്പുറം കത്തി ചോദ്യമാണ്, ഡബിൾ എഡ്ജ് സ്വോർഡാണ്. അപ്പോൾ അതിൻ്റെ 2 വർഷങ്ങളും ഞാൻ പറയാം. സിനിമയിലൊരു ഡയറക്ടറോ ടെക്നിക്കൽ ക്രൂവോ ആവാൻ വേണ്ടി പഠിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ പഠിക്കാതെ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് പേര് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. നൗ പഠിച്ചതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പഠിച്ചതുകൊണ്ട് ഗുണമുണ്ട്. നിങ്ങളൊരു ഡിഗ്രി പോയി എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു PG എടുക്കുന്നു, നിങ്ങൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു, പഠിച്ചിട്ട് നിങ്ങൾ വരുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുന്നു. സോ യു ഹാവ് എ പ്രൊഫൈൽ. അതായത് നിങ്ങൾക്കൊരു പണി അറിയാം. നിങ്ങൾ 3 വർഷം ഒരു കോളേജിൽ പോയി പഠിച്ചു, എന്തെങ്കിലുമൊക്കെ കവർ ചെയ്ത് കാണും എന്നൊരു വിശ്വാസം. പിന്നെ നിങ്ങൾ പോയിട്ട് ആഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡസ്ട്രീസിൽ നിങ്ങൾ വർക്ക് ചെയ്ത് വരുമ്പം യു ക്രിയേറ്റ് എൻ എക്സ്പീരിയൻസ് പ്രൊഫൈൽ. ആ എക്സ്പീരിയൻസ് പ്രൊഫൈലും ഈ പഠിക്കാതെ വരുന്ന ആളുടെ പ്രൊഫൈലും, അതായത് അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരുടെ പ്രൊഫൈലും, ദ വെയിറ്റേജ് ഇസ് സെയിം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ദ വെയിറ്റേജ് ഇസ് സെയിം. അതായത് ഒരാൾക്ക് എക്സ്പീരിയൻസിൽ കൂടെ പണി അറിയാം, ഒരാൾക്ക് പഠിച്ച് പണി അറിയാം. ബട്ട് എൻഡ് ഓഫ് ദ ഡേ, ഡു യു ഹാവ് ദ ക്രിയേറ്റീവ് സ്കിൽ, ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പിന്നെ എല്ലാവരുടെയും സാഹചര്യം, ചിലപ്പം പഠിക്കാൻ ചിലപ്പം സാമ്പത്തികം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ സമയം ഉണ്ടാകത്തില്ല. അങ്ങനെ പല സാഹചര്യങ്ങളായിരിക്കും പഠിക്കാതെ പോകുന്നത്. സോ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വരുമ്പം ഒരു അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിങ്ങളൊരു പ്രൊഫൈലൊക്കെ അയക്കുമ്പം ആക്ച്വലി majority of the production house do not care whether you studied or not. അത് കെയർ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു അപ്ലൈ ഫോർ ചാനൽസ്, അതായത് ഒരു കോർപ്പറേറ്റിലേക്ക് നിങ്ങൾ ജോലി സംബന്ധമായിട്ട് കയറുമ്പം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിപ്പിക്കണം, അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഡെഫിനറ്റ്ലി ദിസ് തിങ് കംസ് ഇൻ ടു പ്ലേ. ദി അതർ തിങ് ഇസ് ദാറ്റ്, ലെറ്റ്സ് സേ ഫോർ ഇൻസ്റ്റൻസ് വി അപ്ലൈ ഫോർ എ വിസ. അതായത് നമ്മൾ ഒരു ഡയറക്ടറിന് വേണ്ടി UK, US, യൂറോപ്യൻ കൺട്രീസിൽ വിസ ആപ്ലിക്കേഷൻ ഇടുമെന്ന് വിചാരിക്കുക. ഇമാജിൻ, അപ്പോൾ ആ ആപ്ലിക്കേഷനകത്തുണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ഇഫ് യു ഹാവ് എ ഡിഗ്രി ഓർ എ PG, യു ഹാവ് എ ഹയർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ വിസ. അത് വൺ ഓഫ് ദ ക്യാരക്ടേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് വൺ ഓഫ് ദി മെട്രിക്സ് ഓഫ് അസൈനിങ് യുവർ വിസ. സെയിം തിങ് പല രാജ്യത്തും ഉണ്ട്. പല രാജ്യത്തും നമുക്ക് ഒരു ദുബായിയുടെ കേസ് പറയാം. നിങ്ങൾക്കൊരു ഗോൾഡൻ വിസ വേണം ദുബായിൽ. Let's say you are a director for the last 5 years. If you want a golden visa, അതിനകത്ത് നോർമൽ ആപ്ലിക്കേഷൻ നിങ്ങളിട്ട്, അതായത് റെക്കമെൻഡേഷനും ഇല്ല, ഒന്നും ഇല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ക്രൈറ്റീരിയ ഈസ് ടു യു ഹാവ് എ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റ് ചെയ്ത ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, നിങ്ങൾ കാശ് വെച്ചിട്ട് അവിടെ വീട് മേടിച്ചു, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, ആൻഡ് യു ഗോയിങ് ത്രൂ നോർമൽ പ്രൊസീജിയർ, ദെൻ വൺ ഓഫ് ദ കണ്ടീഷൻ ഇസ് ഡു യു ഹാവ് എ ഡിഗ്രി. സോ ഡിഗ്രി എടുക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലതാണ്. പക്ഷേ എല്ലാവരുടെയും സാഹചര്യം അതാവണമെന്നില്ല. ഇൻ ഓർഡർ ഫോർ യു ടു ഡയറക്റ്റ് എ മൂവി, ആക്ട് ഇൻ എ മൂവി,
ഇതൊന്നും ആവശ്യമില്ല. പീപ്പിൾ റിലൈ ഓൺ എക്സ്പീരിയൻസ്. ഇതാണ് ഇതിൻ്റെ കാര്യം. ബട്ട് ഡിഗ്രി ആൻഡ് പി ജിസ് ആർ ഓൾവേസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഫോർ എ ഫ്യൂച്ചർ. അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദർ. സോ ഇറ്റ്സ് അപ് ടു യു. സാഹചര്യം ഉണ്ടെങ്കിൽ പഠിക്കുക. നിങ്ങൾക്ക് സാമ്പത്തിക സാഹചര്യം അല്ലെങ്കിൽ അല്ലാതെ സാമ്പത്തിക സാഹചര്യവും അല്ലാതെ സമയ സാഹചര്യവും ഇല്ലെങ്കിൽ യു ഗോ ആൻഡ് വർക്ക് ആൻഡ് ഗോ ത്രൂ ദി പ്രോസസ് ഓഫ് എക്സ്പീരിയൻസ്. സോ ഐ ബിലീവ് ഐ ഹാവ് ആൻസർഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഈ ലോഞ്ചിങ് കിഡ്സിനെ കുറിച്ച് ചോദ്യം. അതൊരു വല്ലാത്ത ചോദ്യം ചോദിച്ചേക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ ലോഞ്ച് ചെയ്യണോ വലിയ ബഡ്ജറ്റിൽ ലോഞ്ച് ചെയ്യണോ? അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ചെറിയ ബഡ്ജറ്റ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ചെറിയ പടം, ഒരു 3 CR ഒരു പടത്തിൽ നിങ്ങൾ മോനെയോ മോളെയോ ലോഞ്ച് ചെയ്യുന്നു. ഓൾവേസ് കൺസിഡർ ഹൂ ഇസ് എ ഡയറക്ടർ, ഹൂ ഇസ് എ പ്രൊഡക്ഷൻ മാൻ. ഞാൻ പറഞ്ഞില്ലേ 3-ൽ 2 നേരത്തെ ഒരു എപ്പിസോഡിൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. പ്രൊജക്റ്റ് വാല്യൂവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 3-ൽ 2 അച്ചീവ് ചെയ്യുക. കാരണം നിങ്ങളുടെ മകനോ മകളോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് നോ വാല്യൂ ദർ, റൈറ്റ്? ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലല്ലോ. ഐ ആം ടോക്കിംഗ് ഹീറോയിനാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ല. സോ അങ്ങനെ ആകുമ്പം ഈ 3 കോടി രൂപയുടെ പടവും 4 കോടി രൂപയുടെ പടവും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടേഴ്സും എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ബാനറും വേണം, അസോസിയേറ്റ് ചെയ്ത് വേണം. നിങ്ങൾ പൈസ ഇറക്കിയാലും. Now the other side of it, let's say that you are taking a 15 crore movie. ഒരു അടി മൂവി എടുക്കാൻ നിങ്ങൾ ഇറങ്ങിയെന്ന് വിചാരിക്കുക. ഈ അടി മൂവി എടുക്കാൻ ഇറങ്ങുമ്പം ഇറ്റ്സ് ഡൺ ഓൺ എ ബിഗർ സ്കെയിൽ. ഡെഫിനറ്റ്ലി പ്രൊഡക്ഷൻ ബാനർ അവിടെ വേണം. ഡെഫിനറ്റ്ലി ഒരു പണി അറിയാവുന്ന ഒരു ഡയറക്ടർ ഡെഫിനറ്റ്ലി വേണം. കാരണം ഇറ്റ്സ് എ ബിഗ് സ്കെയിൽ മൂവി. നൗ വിച്ച് ഹാസ് എ ഹയർ ചാൻസ് ഓഫ് സക്സസ് ഈസ് ദ ബിഗ് ബഡ്ജറ്റ് മൂവി. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബഡ്ജറ്റ് മൂവി വരുമ്പം ടെക്നിക്കൽ ലൈനപ്പിൻ്റെ സ്കെയിൽ മാറും. വലിയ വലിയ ടെക്നീഷ്യൻസുകൾ, വലിയ സെറ്റുകൾ, മറ്റേ ഫൈറ്റ് മാസ്റ്റേഴ്സ്, ഓൾ ദി എൻറ്റയർ തിങ് ഗെറ്റ്സ് എലിവേറ്റഡ്. അങ്ങനെ പല പടങ്ങളും വന്നിട്ടുണ്ട്. പുതിയ ആൾക്കാർ അഭിനയിച്ച് ഇവിടെ സേഫായ പടങ്ങളുണ്ട്. വലിയ ബിഗ് ബഡ്ജറ്റ് പടം. എനിക്ക് അതിനകത്ത് പറയാനുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു പടം തിയേറ്ററിൽ പോയി കോഡിന് ശേഷം കണ്ടു. ഇറ്റ് വാസ് അമേസിങ് തിങ് ആണ്. ഐ ബിലീവ് ദേ ബ്രേക്ക് ഈവൻ. നഷ്ടമൊന്നും അവർക്ക് സംഭവിച്ചിട്ടില്ല കോവിഡാണെങ്കിൽ പോലും. ദ മൂവി കോൾ മഡി. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. പുതുമുഖങ്ങളാണ് രണ്ടുപേരും. ഐ ബിലീവ് ബ്രദേഴ്സ് ആണെന്ന് തോന്നുന്നു. പുതുമുഖങ്ങളാണ് അഭിനയിച്ചേക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് ഡൺ ഓൺ എ ബിഗർ സ്കെയിൽ. Now, if it was an established actor, definitely they would have run into probably 100 crore movie. But still, they were able to break even and move forward. So my recommendation is that നിങ്ങൾ അങ്ങനെ ഒരു അടിപ്പടം എടുക്കാൻ വേണ്ടി ഇറങ്ങുമെന്ന് വിചാരിക്കുക. So then your budgetary figures in your mind should be somewhere around 15 crore. 15 കോടി രൂപയെങ്കിലും ആവും വലിയ ബഡ്ജറ്റ് ഒരു അടിപ്പടം എടുക്കണമെങ്കിൽ. Now when you do that one, make sure you have a banner associated with you. Make sure you have a director who knows his task. Make sure all the technical lineup is tier 1 technical lineup plus multilingual, multi-language padamayitte maattuva. So then somewhere around you will be able to sell your satellite, OTT plus multi-language businessukalum ningalku samsarikkavunnതാണ്. So which one to launch is based on how much money you have. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇഫ് ഐ എം ടുമാറോ ലോഞ്ചിങ് സംബഡി, ഒരു ആർട്ടിസ്റ്റിനെ ലോഞ്ച് ചെയ്യുവാണ്, ട്രെയിൻ ചെയ്യാൻ തയ്യാറാണ്, അങ്ങനെയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ചൂസ് എ 15 crore സബ്ജക്ട് ദാൻ ചൂസിങ് എ 3 crore സബ്ജക്ട്. ബിക്കോസ് 3 crore ക്യാരീസ് എ ബിഗർ റിസ്ക്. പെർസീവ്ഡ് വാല്യൂ വളരെ കുറവായിരിക്കും. ഇപ്പം ജനങ്ങളുടെ ഇടയിൽ ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് വന്ന് ഒരു സാധനം ചെയ്യുമ്പോൾ ചെറിയ ബഡ്ജറ്റ് പടം അത് നമുക്ക് OTT വന്നിട്ട് കാണാം, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പെർസെപ്ഷൻ വരും. മറ്റേന്ന് പറയുമ്പോൾ അടി, മാസ്, മറ്റേ BGM ഇതൊക്കെ ഇടിവെട്ട് സാധനം വരുമ്പം വി ഹാവ് എന്താണ് ഇതിനകത്തുള്ളതെന്ന് കാണാനൊരു ടെൻഡൻസി ഭയങ്കര ഹൈ ആണ്. സോ ഈ ലോഞ്ചിങ് കിഡ്സിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ദയവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പോയി കാണണം ബിഫോർ യു സ്റ്റാർട്ട് ലോഞ്ചിങ് യുവർ കിഡ്സ്. ആൻഡ് മേക്ക് ഷുവർ യു പ്രിപ്പയർ ഫോർ ദി ബിഗർ തിങ്. അതൊരു പ്രിപ്പറേഷൻ പീരീഡ് ഉണ്ട്. ചാടിക്കയറി മറ്റന്നാളൊരു സബ്ജക്റ്റ് വന്ന് നമുക്ക് ചെയ്ത് കളയാമെന്ന് പറയരുത്. ഈ അടി പ്രാക്ടീസ് ഇപ്പം നിങ്ങളിപ്പം ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ അടിപ്പടങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇപ്പോൾ RDX നോക്കിയാലും ഇപ്പം പെപ്പെ ഇപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബോക്സറായിട്ടൊരു പടം പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഹി ഹാസ് ഗോൺ ത്രൂ എ പ്രിപ്പറേഷൻ സ്റ്റെപ്പ്.
ഷെയ്ൻ ഒരു പ്രിപ്പറേഷൻ സ്റ്റെപ്പ്, അതായത് ഒരു കുറച്ച് മാസങ്ങൾ സ്പെൻഡ് ചെയ്ത് അത് ചെയ്തെടുക്കണം. അല്ലാതെ എല്ലാം ഫൈറ്റ് മാസ്റ്റർ ചെയ്യും, കാല് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഡു ഇറ്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു സ്ട്രാറ്റജൈസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് യുവർ കിഡ്സ് ഇൻ ടു ദ ഇൻഡസ്ട്രി. വൺ ഓഫ് ദി ബെസ്റ്റ്, ഇപ്പം ഞാൻ ഈ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതാണ്, ഈ എല്ലാ മേഖലയിലും, അതായത് പ്രൊഡ്യൂസർ, ഡയറക്ടർ, അതർ ടെക്നിക്കൽ ഫീൽഡ് ആർട്ടിസ്റ്റ്, എല്ലാ മേഖലയിലും ദ ബെസ്റ്റ് തിങ് ഈസ് ടു ബിക്കം ഈസ് എൻ ആക്ടർ ഓർ ആക്ട്രസ്. കാരണം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റാണ്. എങ്ങനെ സെറ്റാന്ന് വെച്ചാൽ ദർ ഇസ് നോ റിസ്ക് ടു ഇറ്റ്. അതായത് നിങ്ങളൊരു പടത്തിൽ വരുന്നു, അഭിനയിക്കുന്നു, ക്രിയേറ്റിംഗ് എ സ്റ്റാർഡം, യു ക്യാൻ കണ്ടിന്യൂ പിഗി ബാക്കിംഗ് ഓൺ യുവർ സക്സസ് ഫോർവേഡ്. ഈ ഡയറക്ടേഴ്സിനെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. വെരി ഫ്യൂ പീപ്പിൾ ആർ ഏബിൾ ടു സർവൈവ് ലോങ് ടേം, ഇൻക്ലൂഡിങ് സം ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡക്ഷൻ ഹൗസസ്. പക്ഷേ ആർട്ടിസ്റ്റ് അങ്ങനെയല്ല. ആർട്ടിസ്റ്റിന് ഒരു ലീൻ പീരീഡ് ഉണ്ടായി കഴിഞ്ഞാൽ യു ക്യാൻ ലേ ലോ ആൻഡ് യു ക്യാൻ റീലോഞ്ച് ആൻഡ് കം ബാക്ക് അഗെയിൻ. പക്ഷേ സ്റ്റാർട്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. സോ വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ ടു എൻ്റർ ഇൻ ടു ദ ഇൻഡസ്ട്രി? ഐ വുഡ് ഓൾവേസ് സേ ആർട്ടിസ്റ്റ് ആവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. ബിക്കോസ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാനൊരു നടന് ഒരു 4-5 വർഷം മുമ്പേ ഞാൻ ഒരു പടത്തിന് വേണ്ടി ഞാൻ കൊടുത്തത് ഒരു 50,000 രൂപയാണ് കൊടുത്തത്. ഇന്ന് ആ നടൻ 5 വർഷത്തിനിപ്പുറം, 60 months ഇപ്പുറം, ഇന്ന് ആ നടൻ മേടിക്കുന്നത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 50 lakhs ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഏത് ഫീൽഡിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവർക്കറിയാം, നിങ്ങളൊരു സ്ഥാപനത്തിൽ കയറി കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് എത്ര ഇൻക്രിമെൻറ്റ് കിട്ടും? മാക്സിമം പോയാൽ 5% എവറി ഇയർ ഓർ 10%. ഒരു 5 വർഷം കൊണ്ട് 50% ഓഫ് യുവർ ബേസിക് സാലറി. Imagine an actor can go from 50,000 to 50 lakhs in 6 years time. So the best place to become is an artist. Now, is everybody becoming an artist? No. Is everybody creating a stardom? No. അതിന് നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്ത് വരണം. There should be an X factor. അതിന് എക്സ് ഫാക്ടർ, ലക്ക്, ദൈവാധീനം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. So I believe I have answered that question about launching kids. So anyway guys, താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെഷൻ കുറേ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെഷൻ വരുമ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. ഡെഫിനറ്റായിട്ട് നമുക്ക് ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ ആൻസർ തരുന്നതായിരിക്കും. വീഡിയോ കൂടെ തരുന്നുണ്ട്. അല്ലാതെ എനിക്ക് അയച്ചവർക്കെല്ലാം ഞാൻ തിരിച്ച് റെസ്പോൺസ് മെയിൽ ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എഴുതി അയക്കുക. നമുക്കൊരു ബൾക്കായിട്ട് ഞാനൊരു എപ്പിസോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഞങ്ങളൊരു കോൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെബ്യൂ ഡയറക്ടറിന് നമുക്കൊരു സബ്ജക്റ്റ് വന്നിട്ട് ഒരു സ്ലാപ്സ്റ്റിക് കോമഡി വന്നിട്ട് ഒരുപാട് പേര് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഐ ബിലീവ് വി ഹാവ് ഗോട്ട് അറൌണ്ട് 65 സബ്മിഷൻസ്. അപ്പം July 28 ആണ് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ്. ആരെങ്കിലും അയച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് അയക്കുക. ഗോ ബാക്ക് ടു അവർ സോഷ്യൽ മീഡിയ പേജസ് ആൻഡ് റീഡ് ത്രൂ ഇറ്റ്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളതിന് ആപ്റ്റ് ആണെങ്കിൽ നിങ്ങൾ അയക്കുക. We will have a panel gone through all your proposal submissions. എന്നിട്ട് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരാളിനെ ചൂസ് ചെയ്യും. വി ആർ ട്രൈങ് ടു ഡു ദാറ്റ് ഇൻ എ വെരി വെരി സ്മോൾ ബഡ്ജറ്റ്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ, റീകാലിബ്രേറ്റിംഗ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ദിസ് വൺ ഓഫ് ദ റീസൺസ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നതുകൊണ്ട് അത് വയബിൾ ആണ്, കോമഡി ആണെന്ന് തോന്നിയുകൊണ്ടാണ് അത് ചെയ്തത്. വി ആർ ഓൾസോ ലുക്കിംഗ് ഫോർവേഡ്. അത് ഞങ്ങൾ ഇപ്പം പല ആൾക്കാർക്കും പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് എ സബ്ജക്റ്റ്, ഒരു അടി സബ്ജക്റ്റാണ്. 6 chapters ഉണ്ട്. ഒരു 4 chapters, 4 movies എങ്കിലും ഞങ്ങളുടെ കൂടെ വി ആർ റെഡി ടു ലോഞ്ച് ആൻ ആർട്ടിസ്റ്റ്. ബട്ട് ദി catch-22 is that you have to fund the movie. You have to majority fund the movie. Directors and crew എല്ലാം റെഡിയാണ്. ബട്ട് വി ആർ ട്രൈങ് ടു ഗെറ്റ് ദ റൈറ്റ് ആർട്ടിസ്റ്റ്. ബിക്കോസ് ഒരു 6 months to 9 months ട്രെയിനിങ് ചെയ്യണം. ആടി ട്രെയിനിങ് ചെയ്യണം. പല മാർഷൽ ആർട്സും ട്രെയിനിങ് ചെയ്യണം. മിക്സഡ് മാർഷൽ ആർട്സ് പല സാധനങ്ങൾ ട്രെയിൻ ചെയ്താലേ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് ടു ഫൈൻഡ് ആൻ ആർട്ടിസ്റ്റ് ഫോർ ഇറ്റ്. വി ആർ റെഡി ടു ലോഞ്ച് ആൻ ആർട്ടിസ്റ്റ്. ബട്ട് ഓൺലി തിങ് ഇസ് ദാറ്റ് ഇറ്റ്സ് എ വെരി ബിഗ് ബഡ്ജറ്റ് മൂവി. ഒരു 15 crore പ്ലസ് ബഡ്ജറ്റ് വരുന്നൊരു മൂവിയാണ്. We are zeroing down. We are talking to different players in the market. പക്ഷെങ്കിൽ ഈ വരുന്ന ആൾ 4 movies കഴിഞ്ഞിട്ട് വേറൊരു മൂവി ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ് 6 chapters, 3 chapters അതിനകത്ത് ചെയ്യണം. Chapter 1 to 3 ചെയ്യണം. പ്ലസ്
ഒരു പടം വേറെ ഉണ്ട്, ഒരു മാസ് അടിപ്പടമുണ്ട്, അതും അടിയാണ്. ബിക്കോസ് വി ബിലീവ് ദാറ്റ് ദി ഈസിയസ്റ്റ് തിങ് ടു ലോഞ്ച് ആൻ ആർട്ടിസ്റ്റ് ഇസ് ത്രൂ ഫൈറ്റ് മൂവീസ് ആണ് കുറച്ചുകൂടി ഈസിയർ ടു ലോഞ്ച് ആൻ ഡെബ്യൂ ആർട്ടിസ്റ്റ്. സോ നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇഫ് യു നോ സംബഡി who can do that transition to become an artist, actor, you're welcoming it. Plus you need to have funding, you need to arrange funding for it, because the risk on the, so I am ready to take that risk, but I want the artist to bring in the funds as well. So anyway, I have explained to you in detail. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. So thank you very much for all the likes, shares and subscription. We will see you in the next episode. Thank you.